കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ എല്ലാ ദിവസവും RSS ആഗ്രഹിക്കും വിധം RSS ഏൽപ്പിച്ച വിധം വംശീയ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെയും ക്രൈസ്തവർക്കെതിരെയും മലപ്പുറത്തിനെതിരെയുമൊക്കെ വളരെ വൃത്തികെട്ട രീതിയിൽ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ CPM-ൻ്റെ വളരെ ഉത്തരവാദപ്പെട്ട നേതാവ് AK ബാലൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആവശ്യമുള്ള ഒരു നരേശൻ രൂപീകരണത്തിൻ്റെ ഭാഗമായി UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നും അതോടുകൂടി കേരളത്തിൽ മാറാടുകൾ ആവർത്തിക്കപ്പെടുമെന്നും പാലക്കാട് വർഗീയ കലാപങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കുകയായിരുന്നു, പക്ഷേ ഞങ്ങളുടെ ഗവൺമെൻറ്റാണ് അത് പിടികൂടിയത് എന്നും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കയ്യിലുള്ള ഒരു പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാവ് AK ബാലൻ വളരെ ബോധപൂർവം നേരത്തെ തീരുമാനിച്ചുറച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങേയറ്റത്തെ വംശീയ ഉള്ളടക്കമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും മാറാട് ഓർമ്മിക്കാൻ നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല. മാറാട് കലാപത്തിൽ പങ്കാളിത്തം വഹിച്ചവരെ പാർട്ടി തിരിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ആ പാർട്ടികളുടെ പേരിൽ ആ കലാപത്തെ, ആ സംഘർഷത്തെ നമ്മൾ രേഖപ്പെടുത്താറുമില്ല. അതിൻ്റെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആരോപണം ഉന്നയിച്ച ബാലന്റെ പാർട്ടിയിൽ നിന്ന് 63 ആളുകൾ ആ കലാപത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളാരും പറയാറില്ല ആ കലാപത്തിന് CPM ആണ് നേതൃത്വം കൊടുത്തത് എന്ന്. RSSന്റെ 200-ൽ പരം ആളുകൾ പ്രതികളായിട്ടുണ്ട്. പല സംഘടനയിൽപ്പെട്ട ആളുകളും പ്രതികളായിട്ടുണ്ട്. പക്ഷേ AK ബാലൻ പറഞ്ഞ ആഭ്യന്തര വകുപ്പ് UDF ഏൽപ്പിക്കാൻ പോകുന്ന ആ പ്രസ്ഥാനത്തിലെ, ആ സംഘടനയിലെ ഒരു കുട്ടിയുടെ പേര് പോലും എവിടെയും ഇന്നേ വരെ നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ഉത്തരവാദപ്പെട്ട നേതാവ് വെറുതെ പറഞ്ഞതല്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ മാറാടിന്റെ വൃണത്തെ മാന്തിപ്പൊളിച്ച് കേരളത്തെ ഒരു വർഗീയമായ ധ്രുവീകരണത്തിലൂടെ അടുത്ത തെരഞ്ഞെടുപ്പിനാവശ്യമായ ഒരു നരേശൻ രൂപപ്പെടുത്തിയെടുത്ത് അധികാര തുടർച്ചയ്ക്കാവശ്യമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തു തുടങ്ങിയിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനോട് LDF കൺവീനർ അത് LDFന്റെ നിലപാടല്ല എന്ന് പറഞ്ഞു. പാർട്ടിയുടെ സെക്രട്ടറിയും ആദ്യഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് സഖാവ് പിണറായി വിജയൻ അതിനെ എൻഡോസ് ചെയ്തുകൊണ്ട്, ബാലൻ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് പിണറായി വിജയൻ അതിനെ ന്യായീകരിക്കുന്നതും എതിർത്ത് പറയാതിരിക്കുന്നതുമായ സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ മുമ്പിൽ വന്നതോടുകൂടി നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് അത് എന്ന്.